താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുള്ള ഒരു നിമിഷമാണ്, ഒരുപാട് കാത്തിരുന്നൊരു നിമിഷമാണ്. എന്താണ് എനിക്ക് പറയുന്നത്? നമ്മളും അതേപോലെ വളരെ ഹാപ്പിയാണ്. എന്റെ തൊണ്ട അടിച്ചു പോയിരിക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് അധികം സംസാരിക്കാൻ പറ്റുന്നില്ല. അശ്വിൻ പറഞ്ഞു. താങ്ക് യു പറഞ്ഞേക്കണം. നമ്മുടെ താങ്ക് യു ഓൾ ഫോർ കമ്മിങ്. ആക്ച്വലി സപ്പോർട്ട് ചെയ്തതിനെല്ലാവരും താങ്ക് യു. സത്യം നമ്മൾ ആ എക്സൈറ്റ്മെന്റിൽ നിന്ന് ഇതുവരെ നമ്മൾ ഇറങ്ങിയിട്ടില്ല. അതാണ് നമുക്കൊന്നും ഒരു വേർഡ്സ് എനിക്ക് വരുന്നില്ല. ഒന്ന് കൂൾ ഡൗൺ ആയാലേ സത്യം നമുക്ക് ചിന്തിക്കാൻ ടൈം കിട്ടിയിട്ടില്ല. ടക്ക് ടക്ക് നമ്മുടെ 2 വർഷം കൂടെ പഠിച്ചതാണോ? അല്ലല്ല, കൂടെ പഠിച്ചതല്ല, പക്ഷെ എന്റെ ഗ്യാങ്ങിലേ ഉണ്ടായിരുന്ന ആളായിരുന്നു, പണ്ടേ അറിയാം. എല്ലാവരും ഭയങ്കരമായിട്ട് ആഘോഷിച്ച് നടത്തുന്ന സമയത്ത് നിങ്ങൾ ഈ ലളിതമായിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചടങ്ങ് മാത്രമായിട്ട് മാറ്റിയത്? പണ്ട് മുതലേ എനിക്ക് അതായിരുന്നു ഇഷ്ടം. ഞാൻ പണ്ട് തൊട്ട് എനിക്ക് വളരെ ഒരു പ്രൈവറ്റ് ആയിട്ട് നടത്തണമെന്നായിരുന്നു. എന്നെ ഇഷ്ടമുള്ളവരും എനിക്ക് ഇഷ്ടമുള്ളവരും മാത്രം അവിടെ നിന്ന് നമ്മളെ ബ്ലെസ് ചെയ്തിട്ട് പോകണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അതേപോലെ തന്നെ നടക്കുകയും ചെയ്തു. ബ്യൂട്ടിഫുൾ ആയിരുന്നു മൊത്തം ഇവന്റ്. മാത്രമല്ല വരുന്നവരെ നമുക്ക് എല്ലാവർക്കും എല്ലാവരും അതനുസരിച്ച് നമുക്ക് സ്വീകരിക്കാൻ പറ്റും. ഭക്ഷണത്തിൻ്റെ എവിടെയാണ്, കല്യാണത്തിൻ്റെ എവിടെയാണെങ്കിലും അപ്പോൾ ചെറിയ തോതിൽ ഞാൻ നേരത്തെ പറഞ്ഞ കോവിഡ് നമുക്ക് പഠിപ്പിച്ചത് എന്താണ്, ചെറിയ തോതിലും നടത്താൻ പറ്റും. അനാവശ്യം ദൂരത്ത് ഒഴിവാക്കാം. അതുകൊണ്ട് ഇനി എന്താണ് നിങ്ങളുടെ പ്ലാൻ? എന്താണ് ഇവിടെ തന്നെ ഉണ്ടോ അതോ പുറത്തോട്ട് പറക്കാൻ വന്ന പരിപാടി? ഇല്ല, നമ്മള് ഇവിടെ തന്നെയാണ്. അതുവരെ ഒന്നും തീരുമാനിച്ചിട്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സസ്പെൻസ്. അതെ, നമ്മളെല്ലാവരുടെയും അക്കൗണ്ടിലൂടെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വളരെ സന്തോഷമുണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ പേഷ്യൻസ്. താങ്ക് യു. എന്റെ ഫാമിലി മുഴുവൻ ആർട്ടിസ്റ്റുകളല്ലേ, അത്രയും പേരുടെ തിരക്ക് തന്നെ ഇവിടെ ഒരുപാടായി. നേരത്തെ പറഞ്ഞ രാഷ്ട്രീയമാണെങ്കിലും നമുക്ക് സിനിമയിലെല്ലാം നല്ല ബന്ധങ്ങളാണ്. എല്ലാവരും നമ്മുടെ സൗകര്യങ്ങൾ തുല്യമാണ്. പക്ഷേ ഇപ്പോൾ വിളിച്ചാൽ നമ്മൾ എല്ലാവരെയും വിളിക്കണം. അത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് നമ്മുടെ ബന്ധുക്കൾ, ഞാനും ഭാര്യയൊക്കെ ട്രിവാൻഡ്രത്തുകാരാണ്. എൻ്റെ അച്ഛനും ഇവരൊക്കെ ട്രിവാൻഡ്രമാണ്, അശ്വിൻ്റെ വീട്ടുകാരും. അപ്പോൾ വളരെയധികം വിളിച്ചാൽ എല്ലാവരും വരികയും ചെയ്യും. നമുക്കത് എല്ലാവരും അതനുസരിച്ച് നല്ലപോലെ സ്വീകരിക്കുകയും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും സ്നേഹത്തോടെ പോയി 2 കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊടുക്കണം. 1 നന്ദി, 2 കുറച്ച് നേരം കാത്തു നിർത്തി അതിന് ക്ഷമയും ചോദിക്കുന്നു. അശ്വിൻ്റെ നാട്ടിലുള്ള ഫ്രണ്ട്സൊക്കെ എത്തിയായിരുന്നു? എല്ലാവരും എത്തി. എല്ലാവരും എത്തി. നമുക്ക് 30-35 പേര് ആക്ച്വലി ഉണ്ടായിരുന്നല്ലേ.